കാട്ടാനയുടെ പരാക്രമത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് പോത്തുകൽ അപ്പൻകാപ്പ് നഗർ നിവാസികൾ. അപ്പൻകാപ്പ് ആദിവാസി നഗറിലെ അംഗനവാടി മുറ്റത്തേക്കാണ് ഒറ്റയാൻ ഭീതി പരത്തിയെത്തിയത്. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കണം. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായത്. പിന്നെ എല്ലാരും പേടിച്ചിന്ന് കുറെ നേരം വിറച്ചിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. അപ്പൻകാപ്പ് നഗറിലെ 123 കുടുംബങ്ങളാണ് കാട്ടാന ഭീതിയിൽ കഴിയുന്നത്. പകൽ സമയം മേഖലയിലെത്തിയ മോഴയാന പ്രദേശവാസികളിൽ ആശങ്ക പരത്തുകയാണ്. പ്രദേശത്തെ അംഗനവാടി മുറ്റത്തെത്തിയ കാട്ടാനയിൽ നിന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ള അംഗനവാടി പ്രവർത്തകർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 11 അംഗനവാടി കുട്ടികളെ ആർക്കല് കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോണത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചെറിയ പേരക്കുട്ടി ഉണ്ട്, മോന്റെ കുട്ടി, അവൻ അംഗനവാടിയിലായിരുന്നു. അംഗനവാടിയിൽ നിന്ന് വരുന്നുണ്ട്, അവന്റെ സൗണ്ട് കേട്ട് ഞാനും കുറച്ച് അങ്ങ് പോയി. അപ്പൊ ഈ കുട്ടികൾ ഓടിങ്ങനെ വരുന്ന കൂടെ വെക്കുണ്ട്. ആനന്റെ കൈ ഇങ്ങനെ തുമ്പി, അപ്പൊ എന്റെ കയ്യും കാലം ആകെ വറച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദ ഭാഗ്യത്തിന് നേരെ അങ്ങോട്ട് അപ്പുറത്തുകൂടെ തിരിഞ്ഞു. അപ്പുറത്തുകൂടെ തിരിഞ്ഞ് അവരെ ജനൽ കൂടെ എന്തൊക്കെ ആന തുമ്പിക്കൈ കാട്ടി. അപ്പോഴാണ് എന്റെ എന്റെ ചെക്കൻ മൊബൈൽ കൂടെ എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഞങ്ങളെ പോകാൻ അയച്ചിട്ടില്ല മക്കള്. ഇല്ല, ആന നിറഞ്ഞിടുന്ന ചെക്കന്മാരുണ്ടായിരുന്നു. അവര് കൂക്കലും ഞങ്ങളെ ആർക്കലൊക്കെ പാടെ കേട്ടിട്ട് ആന അപ്പുറത്ത് കൂടാണ്ട് പോയി. അംഗനവാടിന്റെ തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ പോയി. ഏറെ നേരം വനാതിർത്തിയിൽ ചെലവഴിച്ച ആന പിന്നീട് നീർപ്പുഴ മുറിച്ചു കടന്ന് അംഗനവാടി മുറ്റത്തെത്തുകയായിരുന്നു. ആനയെ കണ്ട് അംഗനവാടിയിലെ കുരുന്നുകളും ഭയപ്പെട്ടു. കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചും മറ്റും 1 മണിക്കൂറിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിയത്. ഇന്ന് 11 മണിക്കാണ് അംഗനവാടിന്റെ അതിലെ ആന വന്ന് കുട്ടികളെ ഓടിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയണത്. കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ, എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഞാൻ ഇവിടുന്ന് അതിൽ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡിൽ കൂടെയാണ് കളിക്കുക. അത് രാത്രി 6:30 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാവരും അകത്തേക്ക് പോകുള്ളൂ. അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് ഇത് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടിനോട് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി പറഞ്ഞ പണിക്കാരില്ലാത്തവർ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് 1ഉം 2ഉം പ്രാവശ്യമല്ല, പകലിറങ്ങുന്ന ആദ്യമായിട്ടാണെങ്കിലും രാത്രി ഉറക്കം ഒഴിഞ്ഞ് 8-9 ദിവസങ്ങളിൽ ഉറക്കം ഒഴിഞ്ഞ് ഞങ്ങൾ നിന്ന ചരിത്രങ്ങളുണ്ട്. ചരിത്രമല്ല, ഇതിപ്പോ ഒരു മാസം മുമ്പ് സംഭവിച്ചതാണ്. ഉള്ള വാഴയും കവുങ്ങും തെങ്ങും എല്ലാം മുഴുവൻ അത് നശിപ്പിക്കുന്ന ജീവനും അത് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴും നമ്മൾ ആന കൊന്നതായിട്ടൊക്കെ ഉണ്ട്. ഇന്ന് ദൈവ സഹായിച്ച് ഇന്ന് വരെ ഈ അപ്പങ്കാപ്പിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാ കുട്ടികളുടെ കാര്യത്തിലും വലിയവരുടെ കാര്യത്തിലും പിന്നെ സുഖമില്ലാതെ കിടക്കണവര് ആ വീട്ടിലൊരു അമ്മയുണ്ട്, അത് പുറത്താ കിടക്കുക. അതിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ദൈവ സഹായിച്ച ആന ഒന്നും ചെയ്തിട്ടില്ല അതിന്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളെ ഈ കുട്ടികൾ ഇവിടെ 1ഉം 2ഉം അല്ല, 123 കുടുംബമുണ്ട് ഇവിടെ. പുതിയത് വേറെ ഉണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനിച്ച കുട്ടികൾ. വിവരമറിഞ്ഞ് പോത്തുകൽ സ്റ്റേഷനിൽ നിന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാർഡംഗം PN കവിത പറഞ്ഞു. അതങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ഒരു ആനയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന അവരെ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് വന്നു പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് കാട്ടിലേക്ക് കയറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഇവിടുത്തെ ഫെൻസിങ്ങോ ഒരു സോളാർ ഫെൻസിങ്ങോ ഒന്നും ഒരു കാര്യക്ഷമമായ രീതിയിലല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം നടുക്കൂടെ നമുക്ക് നീർപ്പുഴ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ഇതിലൊന്നും ആന ഏത് ഭാഗത്തൂടെ ആനയ്ക്ക് വരാവുന്ന രീതിയിലാണ്. ട്രഞ്ചൊന്നും കാര്യക്ഷമമായ രീതിയിലല്ല, കല്ലുകൊണ്ട് കെട്ടി അതൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ആന വരുന്നത്. ഒരു കൃത്യമായൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പോൾ അപകട ഭീഷണി എന്ന് പറഞ്ഞാൽ, അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണം, അത് ഭീഷണി നേരിടുന്ന ഒരു നഗരം തന്നെയാണ്. ഇപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ പുലി ഉണ്ടായിരുന്നു. പുലി ഇറങ്ങി രാത്രി പിന്നെ തൊട്ട് അവിടെ ഒരു വീട്ടിൽ നിന്ന് പട്ടിയെ കടിച്ചു കൊണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ആന മാത്രമല്ല, പുലി, കടുവ പോലെയുള്ള മൃഗങ്ങളുടെ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഗവൺമെന്റ് ഇതിൽ ഒരു പരിഹാരം വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതേസമയം അപ്പൻകാപ്പ് നഗറിൽ പട്ടാപ്പകൽ കാട്ടാന എത്തിയതിൽ അതിശയമില്ലെന്നും ഇതിന്റെ പേരിൽ പ്രത്യേക സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ടതില്ലെന്നും പറഞ്ഞ് പ്രശ്നം നിസ്സാരവൽക്കരിക്കുകയാണ് വനം വകുപ്പ് അധികൃതരെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഈ ചാനൽ പോത്തുകല്ല്. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.